awk എന്നതിലെ user defined function എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് function definition എന്നതിന്റെ syntax, function call, return statement. ചില ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഇത് ചെയ്യും. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ Ubuntu Linux 16.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, gedit ടെക്സ്റ്റ് എഡിറ്റർ 3.20.1 എന്നിവ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം. ഈ ട്യൂട്ടോറിയൽ അഭ്യസിക്കുന്നതിന് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലെ മുൻപത്തെ awk ട്യൂട്ടോറിയലുകൾ അറിഞ്ഞിരിക്കണം. C അല്ലെങ്കിൽ C++ പോലുള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റിലെ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകളിലൂടെ കടന്നുപോകുക. ഈ ട്യൂട്ടോറിയലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫയലുകൾ ഈ ട്യൂട്ടോറിയൽ പേജിലെ കോഡ് ഫയൽസ് ലിങ്കിൽ ലഭ്യമാണ്. അവ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുക. യൂസർ ഡിഫൈൻഡ് ഫങ്ഷനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. ഫങ്ഷൻ സിന്റാക്സ് ഇനി പറയുന്നതാണ്. സിന്റാക്സ് സ്വയം വിശദീകരിക്കുന്നതാണ്. ഇവിടെ കീവേർഡ് ഫങ്ഷൻ നിർബന്ധമാണ്. ഫങ്ഷൻ വിളിക്കുവാൻ ഒരു ഫങ്ഷന്റെ പേര് എഴുതുക. തുടർന്ന് പരാൻതീസിസിൽ ആർഗ്യുമെന്റ്സ് എഴുതുക. ശ്രദ്ധിക്കുക, ഫങ്ഷൻ നെയിമിനും ആർഗ്യുമെന്റിനും ഓപ്പൺ പരാൻതീസിസിനും ഇടയിൽ സ്പേസ് പാടില്ല. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. നമ്മളുടെ awkdemo.txt ഫയലിൽ സ്റ്റൈപ്പൻഡ് പ്രതിനിധീകരിക്കുന്നത് ആറാമത്തെ ഫീൽഡ് ആണ്. സ്റ്റൈപ്പൻഡ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 4 ഡിജിറ്റ്സ് ഉണ്ടെന്ന് കരുതുക. സ്റ്റൈപ്പൻഡ് 8900 എന്ന് കരുതുക. ഇത് 8000 900 എന്ന വാക്യത്തിൽ അച്ചടിക്കുക. സ്റ്റൈപ്പൻഡ് 0 ആണെങ്കിൽ വാക്യത്തിൽ 0 ആയി പ്രിന്റ് ചെയ്യുക. user_function.awk എന്ന പേരിൽ ഒരു ഫയലിൽ ഞാൻ ഇതിനകം കോഡ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ changeit എന്നു പേരുള്ള ഫങ്ഷൻ സിംഗിൾ ആർഗ്യുമെന്റ് argval ഉപയോഗിച്ച് എഴുതി. ഇവിടെ argval അടിസ്ഥാനപരമായി നമ്മുടെ ആറാമത്തെ ഫീൽഡ് ആണ്. അത് സ്റ്റൈപ്പൻഡ് ആണ്. ഫങ്ഷനുള്ളിൽ ആദ്യത്തെ കോഡ് argval 0 ആണോ അല്ലയോ എന്ന് പരിശോധിക്കും. യെസ് ആണെങ്കിൽ അത് വാക്യത്തിൽ 0 പ്രിന്റ് ചെയ്യും. ഇല്ലെങ്കിൽ കോഡിന്റെ എൽസെ ഭാഗം എക്സിക്യൂട്ട് ചെയ്യും. എൽസെ ഭാഗത്ത് ആദ്യം നമ്മൾ ഓരോ അക്കവും ഓരോന്നായി സബ്സ്ട്രിംഗ് ഫങ്ഷൻ ഉപയോഗിച്ച് എക്സ്ട്രാക്റ്റ് ചെയ്യും. അറേ A എന്നതിലെ മൂല്യങ്ങൾ നമ്മൾ വ്യത്യസ്ത ഇൻഡൈസസ് എന്നതിൽ സംഭരിക്കും. ഉദാഹരണത്തിന് thousands place digit അല്ലെങ്കിൽ ഇടതുവശത്ത് ആദ്യത്തെ ഡിജിറ്റ് A 1 ആയിരിക്കും. നമുക്ക് 4 ഡിജിറ്റ്സ് ഉള്ളതിനാൽ 4 ഇൻഡൈസസ് ഉപയോഗിച്ചു. അടുത്തതായി എലിമെന്റ്സ് 0 ന് തുല്യമല്ല എന്ന് നമ്മൾ പരിശോധിക്കും. അവ ശരിയായ ക്രമത്തിൽ പ്രിന്റ് ചെയ്യുക. അവസാനം ഔട്ട്പുട്ട് ഒരു പുതിയ ലൈൻ ബ്രേക്ക് നൽകുന്നതിന് നമ്മൾ ഒരു \n ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്നു. തുടർന്ന് awk സ്ക്രിപ്റ്റിൽ നമ്മൾ $2 അച്ചടിച്ചു. ഇത് രണ്ടാമത്തെ ഫീൽഡ്, അതായത് നെയിം ആണ്. അതിനുശേഷം പാരാമീറ്റർ $6 ഉള്ള ഫങ്ഷൻ changeit stipend കോൾ ചെയ്യുന്നു. നമുക്ക് ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് മാറുക. അടുത്തതായി നിങ്ങൾ cd കമാൻഡ് ഉപയോഗിച്ച് ഫയൽ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്ത ഫോൾഡറിലേക്ക് പോകുക. ഇനി പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. പ്രതീക്ഷിച്ചതുപോലെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൂടി ആകാം. ഈ സ്റ്റേറ്റ്മെന്റ് awk പ്രോഗ്രാമിന്റെ കോളിംഗ് പാർട്ട് കൺട്രോൾ ആയി തിരിച്ചു തരുന്നു. ബാക്കിയുള്ള awk പ്രോഗ്രാമിന്റെ ഉപയോഗത്തിനായി ഒരു മൂല്യം നൽകുവാനും ഇത് ഉപയോഗിക്കാം. ഇത് റിട്ടേൺ സ്പേസ് എക്സ്പ്രഷൻ പോലെ തോന്നുന്നു. ഇവിടെ എക്സ്പ്രഷൻ ഭാഗം ഓപ്ഷണൽ ആണ്. ഒരു അറേയുടെ ആവറേജ് കിട്ടുന്നതിന് നമുക്ക് ഒരു ഫങ്ഷൻ എഴുതാം. ഞാൻ കോഡ് average.awk ഫയലിൽ എഴുതി. നമുക്ക് കണ്ടന്റ്സ് കാണാം. ഈ ആവശ്യത്തിനായി ഫങ്ഷൻ നെയിംഡ് avg നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇതിന് 5 പാരാമീറ്റർസ് ഉണ്ട്. arr എന്നത് ആവറേജ് കണക്കാക്കേണ്ട അറേ ആണ്. I എന്നത് അറേ ലൂപ്പ് വേരിയബിൾ.
Sum എന്നത് എല്ലാ array elementsന്റെയും ആകെത്തുകയാണ്. n എന്നത് arrayയിലെ elementsന്റെ എണ്ണം സൂചിപ്പിക്കുന്നു. RET എന്നത് ഫംഗ്ഷനിൽ നിന്ന് മടക്കി നൽകേണ്ട വേരിയബിൾസിനെ പ്രതിനിധീകരിക്കുന്നു. RET കണക്കാക്കിയ ആവറേജ് സ്റ്റോർ ചെയ്യും. iക്ക് മുൻപുള്ള എക്സ്ട്രാ സ്പേസ് വേരിയബിൾ I, sum, n, RET എന്നിവ ലോക്കൽ വേരിയബിൾ ആണെന്നാണ്. യഥാർത്ഥത്തിൽ ലോക്കൽ വേരിയബിൾസ് ആർഗ്യുമെന്റ്സിനെ ഉദ്ദേശിച്ചതല്ല. ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ കൺവെൻഷൻ പിന്തുടരണം. ഫോർ ലൂപ്പിൽ അറേ എലിമെന്റ്സിന്റെ മൊത്തം തുകയും നമ്മൾ കണക്കാക്കി. മൊത്തം തുകയെ എലിമെന്റ്സിന്റെ എണ്ണം കൊണ്ട് ഹരിച്ച് നമ്മൾ ആവറേജ് കണക്കാക്കി. വേരിയബിൾ RET എന്നതിൽ മൂല്യം സംഭരിച്ചു. ഈ ഫംഗ്ഷൻ ആവറേജ് AVG വേരിയബിൾ RET എന്നതിന്റെ മൂല്യം നൽകുന്നു. ബിഗിൻ സെക്ഷനിൽ നമ്മൾ 5 വ്യത്യസ്ത സംഖ്യകളുള്ള അറേ നംസ് ഡിഫൈൻ ചെയ്തു. ഇത് അറേ നെയിം ആണ്. പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒരു ആർഗ്യുമെന്റ് ഉള്ള ഫംഗ്ഷൻ ആവറേജ് കോൾ ചെയ്തു. അതാണ്. അതിനാൽ ആർഗ്യുമെന്റ്സ് ആയി ലോക്കൽ വേരിയബിൾ നൽകേണ്ടതില്ല. ടെർമിനലിലേക്ക് തിരികെ പോകുക. ഞാൻ ടെർമിനൽ ക്ലിയർ ചെയ്യട്ടെ. ഇനി പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. awk സ്പേസ് -f സ്പേസ് average.awk. എന്റർ അമർത്തുക. ഔട്ട്പുട്ട് 3.6 ആയി നമുക്ക് ലഭിക്കും. ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ശരിയാണോ എന്ന് നോക്കുവാൻ കഴിയും. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഞാൻ ഒരു സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യുവാൻ ഒരു കോഡ് എഴുതി. അതിനെ reverse.awk എന്ന് പേര് കൊടുത്തു. സ്ട്രിംഗ് എന്നതും റിവേഴ്സ് ചെയ്യുവാൻ റിക്കർസീവ് ഫങ്ഷൻ ഉപയോഗിക്കുന്നു. വീഡിയോയുടെ താൽക്കാലികമായി നിർത്തി കൺട്രോൾ ഫ്ലോ എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ കോഡ് നോക്കുകയും ചെയ്യുക. ഔട്ട്പുട്ട് കാണുന്നതിന് എക്സിക്യൂട്ട് ചെയ്യുക. ഒരു അസൈൻമെന്റ് ആയി awkdemo.txt ഫയലിൽ റോൾ നമ്പർ ഫീൽഡ് റിവേഴ്സ് ചെയ്യുവാൻ ഫങ്ഷൻ rev ഉപയോഗിക്കുക. ഉദാഹരണത്തിന് റോൾ നമ്പർ 8001 ആണെങ്കിൽ ഔട്ട്പുട്ട് 100A ആയിരിക്കണം. ഇതിനുള്ള കോഡ് ഫയൽസ് ലിങ്കിൽ reverse_roll.awk ആയി നൽകിയിരിക്കുന്നു. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. നമുക്ക് സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഫങ്ഷൻ ഡെഫിനിഷൻ സിന്റാക്സ്, ഫങ്ഷൻ കോൾ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഒരു അസൈൻമെന്റ് ആയി 2D മാട്രിക്സിന്റെ ട്രാൻസ്പോസ് സൂക്ഷിക്കുവാൻ ഒരു ഫങ്ഷൻ എഴുതുക. ഒരു അറേയിൽ നിന്ന് എലിമെന്റിന്റെ മിനിമം വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫങ്ഷൻ എഴുതുക. ഇനി പറയുന്ന ലിങ്കിലെ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. നിങ്ങളുടെ സമയബന്ധിതമായ ചോദ്യങ്ങൾ ഈ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.